അഡക്സൽ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണെന്ന്. ഇപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. There are certain organizations established for the purpose of rendering services for the welfare of their members and to the society. So, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് സർവീസ് കൊടുക്കാനാണ്. ആ സർവീസ് കൊടുക്കുന്നത് അവരുടെ ഓർഗനൈസേഷനകത്തുള്ള മെമ്പേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിക്കായിരിക്കും, സമൂഹത്തിനായിരിക്കും. സോ സമൂഹത്തിന് നന്മ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിന് നന്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷനുകളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ. They are not expected to earn any profit through trading or any other activities. സോ പേര് പോലെ തന്നെ ഇത്തരം ഓർഗനൈസേഷനുകൾ ഒരിക്കലും പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസോ ഇവർ കണ്ടക്ട് ചെയ്യുന്നില്ല. They are mainly charitable organization formed as trust organizations, associations, unions, etc. സോ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ട്രസ്റ്റുകളായിട്ടായിരിക്കും, അല്ലെങ്കിൽ അസോസിയേഷനുകളായിട്ടായിരിക്കും, അല്ലെങ്കിൽ യൂണിയനുകളായിട്ടായിരിക്കും. സോ ഇനി നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളുടെ മീനിങ്ങും ഡെഫിനിഷനും എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീനിങ് നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ those organizations established for the purpose of rendering services and are not expected to earn profit. സോ നമ്മൾ ആദ്യം മുതലേ പറയുന്നത് പോലെ തന്നെ ഇത്തരം ഓർഗനൈസേഷനുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല, പകരം സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ബട്ട് ആർ ഓർഗനൈസ്ഡ് ഫോർ ദ സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസസ്. സോ ഇത്തരം ഓർഗനൈസേഷനുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ പരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, മതപരവും ചാരിറ്റി പർപ്പസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത് ഒക്കെയാണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത്. Arts and sports club, hospitals, libraries, charitable institutions like orphanages, old age homes, etc. come under this group. സോ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾക്ക് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത് ഒന്ന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, ഹോസ്പിറ്റൽസ്, ലൈബ്രറീസ്, ഗ്രന്ഥശാലകൾ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഒരുപാട് വായനശാലകൾ ഉണ്ടായിരുന്നു, പക്ഷേ നിലവിൽ അങ്ങനെയില്ല. സോ അത്തരം ഓർഗനൈസേഷനുകൾ അത്തരത്തിലുള്ള വായനശാലകൾ പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി അല്ല അവർ പ്രവർത്തിക്കുന്നത്. സോ അത്തരത്തിൽ അവരെ നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ എന്ന് പറയാൻ സാധിക്കും. ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. സോ അത്തരം മേഖലകളിലും പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാത്ത ഒരുപാട് സംഘടനകളുണ്ട്. സോ അത്തരത്തിലുള്ളവരെ ഈ ഒരു ഓർഗനൈസേഷനിൽ കീറി വരുത്താൻ പറ്റും. പിന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ്, എക്സെട്ര. ചാരിറ്റബിൾ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ചാരിറ്റി ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഓർഫനേജസുകളുണ്ട്, അനാഥാലയങ്ങളുണ്ട്, ഓൾഡ് ഏജ് ഹോംസുകളുണ്ട്. സോ ഇവരെയും നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ ഇതാണ് മീനിങ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെടുന്നു. അവരൊരിക്കലും പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടെയല്ല മുന്നോട്ട് നീങ്ങുന്നത്. അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സോഷ്യലും, സാമൂഹ്യപരമായിട്ടും, വിദ്യാഭ്യാസപരമായിട്ടും, മതപരമായിട്ടും, ചാരിറ്റി പരമായിട്ടുമുള്ള കാര്യങ്ങളിലൊക്കെയാണ്. അടുത്ത ഡെഫിനിഷൻ നോക്കാം. A not-for-profit organization may be defined as ഒരു not-for-profit organization നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. A not-for-profit seeking entity which does not usually involve in any trading activity. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്, ഒരു കൂട്ടം ആളുകളുടെ ഒരു
ഇവര് ഒരിക്കലും ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നില്ല. പകരം engages in rendering services to members and for the welfare of the society. ആദ്യം മുതലേ പറയുന്നത് പോലെ ഇവർ എൻഗേജ് ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ്. ആ സർവീസ് മെമ്പേഴ്സിനായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്കായിരിക്കും. സോ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ആണ്. അവർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നില്ല, അവർ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സർവീസസ് അവരുടെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി യൂസ് ചെയ്യുന്നു. സോ നമുക്കിനി ക്യാരക്ടറിസ്റ്റിക്സുകളെ പറ്റി നോക്കാം. എയിംസ് ടു പ്രൊവൈഡ് സർവീസ് എയ്തർ ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് നോട്ട് ടു ഏൺ പ്രോഫിറ്റ്. നമ്മൾ തുടക്കം മുതലേ പറയുന്നത് പോലെ ഇവർ സർവീസ് ആണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കും, ഒരു ചെറിയ ഫീ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇവരൊരിക്കലും പ്രോഫിറ്റ് എന്ന ലക്ഷ്യം അവരിൽ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കൂല. സോ അത് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, സൊസൈറ്റീസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ടു സച്ച് ആർ കാൾഡ് മെമ്പേഴ്സ്. സോ ഇത്തരം ഓർഗനൈസേഷനുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ട്രസ്റ്റുകളായിട്ടായിരിക്കും അല്ലെങ്കിൽ സൊസൈറ്റികളായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം ഓർഗനൈസേഷനുകളുടെ അകത്തുള്ള അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷനുകളുടെ ഉള്ളിലെ മെമ്പേഴ്സ്, ആ സംഘടനയിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ആ സംഘടനയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് ഫീ, എൻട്രി ഫീസ് കൊടുത്തുകൊണ്ട് ഒരു നിശ്ചിത കാലയളവിൽ ആ സംഘടന പറയുന്ന ഒരു എമൗണ്ട് ആ സംഘടനയ്ക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ട്, സോ അത്തരത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. സോ അത് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആർ. സോ ഇത്തരം ഓർഗനൈസേഷനുകളുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സബ്സ്ക്രിപ്ഷൻ, മറ്റൊന്ന് ഡൊണേഷൻ, അടുത്തത് ലെഗസീസ്, മറ്റത് ഗ്രാൻഡ്, പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. സോ ഇനി നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു ചെറിയ നോട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രിപ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു മെമ്പർ, ഒരു ഓർഗനൈസേഷനിലെ മെമ്പർ ഒരു നിശ്ചിത എൻട്രി ഫീ കൊടുത്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനിലെ മെമ്പറായി മാറുന്നു. ശേഷം അവരൊരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഇടവേളകളിൽ ഒരു എന്താ പറയുക, ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓർഗനൈസേഷൻ കൊടുക്കും, ഡൊണേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ എന്താ പറയുക, അവര് മെമ്പറായി തുടരുന്നതിന്, പിന്നെ ആ ഓർഗനൈസേഷന്റെ എന്താ പറയുക ദൈനംദിന ആവശ്യങ്ങൾ സാധിക്കുന്നതിനൊക്കെ ആയിട്ട് ഈ എമൗണ്ട് അവർ യൂസ് ചെയ്യുന്നു. സോ അത് ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ. രണ്ടാമത് ഡൊണേഷൻസ്, ആരെങ്കിലും കൊടുക്കുന്ന സംഭാവനകൾ, അത് ഒരു ഇൻകമാണ്. ലെഗസീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആളുകൾ തങ്ങളുടെ മരണശേഷം അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിൽപ്പത്ര പ്രകാരം ഒരു എഗ്രിമെന്റോ ഒരു ഡോക്യുമെന്റോ പ്രകാരം തങ്ങളുടെ സ്വത്തിന്റെ ഇത്ര ഭാഗം ഒരു ഓർഗനൈസേഷന് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ലെഗസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ രത്തൻ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അവരുടെ ഓരോ വർഷത്തെ പ്രോഫിറ്റിന്റെയും 65% ചാരിറ്റി പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ആ 65% എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ 65% ചാരിറ്റിക്ക് കൊടുക്കണം എന്നുള്ളത് അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു വിൽപ്പത്രമാണ്. അതുപോലെ തന്നെ ആളുകൾ ചിലപ്പോൾ സ്ഥലങ്ങൾ കൊടുക്കും, ചിലപ്പോൾ ബിൽഡിങ്ങുകൾ കൊടുക്കും. സോ ഇത്തരത്തിലുള്ളവയാണ് നമ്മൾ ലെഗസീസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രാൻസ്, ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാൻസ്, ഈ എന്താ പറയുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. അത് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ഇവരെവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും അവരുടെ തുക, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺ, അതൊക്കെയാണ് ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്. സോ ഇനി അടുത്തതെന്ന് പറയുന്നത് their affairs are usually managed by a managing or executive committee elected by its members. സോ ഇത്തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളുടെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് അവരുടെ മെമ്പേഴ്സിനകത്ത് നിന്നും മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. സോ അവരെ നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നു. അത് ആണ് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുന്നത്. The funds raised by such organizations through various sources are credited to capital fund or general fund.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഓർഗനൈസേഷനുകൾ സബ്സ്ക്രിപ്ഷനിലൂടെയും ഡൊണേഷനിലൂടെയും ലെഗസീസിലൂടെയും ഗ്രാൻസിലൂടെയും ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിലൂടെയും ഒക്കെ റൈസ് ചെയ്യുന്ന അവരുടെ തുക, ഒരു എമൗണ്ട്, അത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ കിട്ടുന്ന പൈസ മറ്റൊരു ചാരിറ്റി പർപ്പസിനോ സമൂഹത്തിന്റെ നന്മയ്ക്കോ വേണ്ടി ചെലവാക്കേണ്ടതാണ്. സോ ഇത് ചെലവാക്കേണ്ടതാണ്. എപ്പോഴായാലും ശരി, ഇതൊരിക്കലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, ചെലവാക്കണം. സോ അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് ചെയ്യും ക്യാപിറ്റൽ ഫണ്ടിലേക്ക്. ഒരു ലയബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. Not-for-profit organizations are normally not expected to conduct any trading activity, but some organizations perform trading activities like restaurant, plant nurseries, etc. So എല്ലാ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളും നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ചില ഓർഗനൈസേഷനുകൾ ചെറിയ ചെറിയ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നുണ്ട്, പ്ലാന്റ് നഴ്സറീസ് നടത്തും. സോ അത്തരത്തിൽ ചെറിയ ചെറിയ ട്രേഡിംഗ് ആക്ടിവിറ്റീസും ഇവർ ചെയ്യുന്നുണ്ട്. The surplus generated in the form of excess of income over expenditure is not distributed among the members. It is simply added in the capital fund. സോ നമ്മൾ പറഞ്ഞു, ഇവർ ഒരിക്കലും പ്രോഫിറ്റ് അല്ല ജനറേറ്റ് ചെയ്യുന്നത്. ഇവർ പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ഇവർക്കുണ്ടാകുന്ന സർപ്ലസ്, എക്സ്പെൻഡിച്ചറിന് മുകളിലുള്ള അവരുടെ ഇൻകം, അത് അവർക്ക് മെമ്പേഴ്സിനിടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ ഷെയർ ഹോൾഡേഴ്സ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. സോ അത്തരത്തിലുള്ളത് കൊണ്ട് പ്രോഫിറ്റ് അവര് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഇവർ പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്, ഒരിക്കലും ഷെയർ വാല്യൂ അല്ല കൊടുക്കുന്നത്. സോ അതുകൊണ്ടും അതുപോലെ തന്നെ ഇതൊരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ടും സർപ്ലസ് ഇൻകത്തിന് ഇൻകം എക്സ്പെൻഡിച്ചറിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു സ്പെസിഫൈഡ് തുക, സർപ്ലസ് എന്ന് പറയുന്നത് ഇവർ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യും. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചിലവാക്കേണ്ട തുക എന്ന രീതിയിൽ മാറ്റിവെക്കും. അവസാനത്തെ എന്ന് പറയുന്നത് they also have to prepare financial statements at the end of each accounting period and ascertain their income and expenditure and the financial position. ഏതൊരു ഓർഗനൈസേഷനുകളെ പോലെയും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. ചെയ്തുകൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അവർ കണ്ടെത്തുന്നു. എല്ലാ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുകളും ഇത് ചെയ്യുന്നുണ്ട്. സോ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുകളും ഇത് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അവരുടെ ഓർഗനൈസേഷന്റെ ഇൻകവും എക്സ്പെൻഡിച്ചറും ഒക്കെ കൃത്യമായിട്ട് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് എത്രമാത്രം എമൗണ്ട് ഇപ്പോൾ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ വർഷത്തെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസിന്റെ ഫലം എന്താണ്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ സഹായിക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ സബ്മിറ്റ് ദം ടു ദ അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കാൾഡ് രജിസ്റ്റർ ഓഫ് സൊസൈറ്റീസ്. രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, ഒരു ഗവൺമെന്റിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടമുള്ള ഒരു വ്യക്തിക്ക് കീഴിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രധാനപ്പെട്ട ഒരു 3 ഉണ്ട്. അല്ലെങ്കിൽ ആ 3 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അത് ഏതൊക്കെയെന്ന് വെച്ചാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അവരുടെ വരവുകളും ചിലവുകളും എഴുതി വെക്കുന്ന ക്യാഷ് അക്കൗണ്ട് പോലെ ഒരു ക്യാഷ് അക്കൗണ്ടിന്റെ സമ്മറിയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇത് റിയൽ അക്കൗണ്ട് ആണ്. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇവിടെ നമ്മൾ അക്രൂഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് മുകളിലായിട്ട് അക്രൂഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ട് ഇതൊരു നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നു. പിന്നെ അവസാനം ബാലൻസ് ഷീറ്റ്. നോർമലി ഇവയെല്ലാം വെച്ചുകൊണ്ട് അവരൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ഇത് 3 അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കിയത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയാണ്. സോ അതിന്റെ മീനിങ് എന്താണ്, ഡെഫിനേഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് നമ്മൾ നോക്കി. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് ഓരോന്നും എന്താണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് അടുത്ത ഉടനെ ചെയ്യുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.